ബാബുൻ നഹി അനിൽ ഖസഇ വഹുവ ഹൽഖു ബഅദുർ റഅസി ദൂന ബഅദിൻ വഇബാഹത്തു ഹൽഖിഹി കുല്ലിഹി ലിർറജുലി ദൂനൽ മർഅതി. ഇനി അധ്യായത്തിൽ പറയുന്നത് എന്താണ്? അന്നഹി അനിൽ ഖസഇ, ഖസഅ് വിലക്കപ്പെട്ടതാണ്. ഖസഅ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഷം വരുന്നുണ്ട്. വഹുവ, എന്താണ് ഈ ഖസഇ എന്ന് പറഞ്ഞാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണത്. ഹൽഖു ബഅദുർ റഅസി, തലയുടെ അല്പം വടിച്ചു കളയുക, ഷേവ് ചെയ്യുക, തലയിൽ നിന്ന് അല്പം ഷേവ് ചെയ്യുക. ദൂന ബഅദിൻ, ചിലത് ഒഴിവാക്കിയിട്ട്. എന്നാൽ വഇബാഹത്തു ഹൽഖിഹി കുല്ലിഹി ലിർറജുലി, പുരുഷനെ സംബന്ധിച്ചിടത്തോളം തലമുടി പറ്റേ ഷേവ് ചെയ്യൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. പുരുഷന് തലമുടി ഷേവ് ചെയ്യൽ എന്താണ്? മുഴുവൻ ഷേവ് ചെയ്യൽ അനുവദിക്കപ്പെട്ടതാണ്. ദൂനൽ മർഅതി, പെണ്ണുങ്ങൾക്ക് അത് അനുവദനീയമല്ല. പെണ്ണുങ്ങൾ തലമുട്ട അടിക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ടതല്ല. അതേ അവസരത്തിൽ പുരുഷനത് അനുവദിക്കപ്പെട്ടതാണ്. എന്നാൽ മുടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളും ആ വിഷയത്തിലുള്ള ചർച്ചകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഇവിടെ പറയുന്ന വിഷയം എന്താണ്? ഇന്നിപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് വിധത്തിലുള്ള കട്ടിങ്ങുകൾ സലൂണുകളിൽ നടക്കുന്നുണ്ട്. ഏതാ വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒക്കെ നിഷിദ്ധമായ രീതിയാണ്. ഇസ്ലാമിൽ നമ്മൾ തലമുടി ഷേവ് ചെയ്യുകയാണെങ്കിൽ മുഴുവൻ ഷേവ് ചെയ്യണം എന്നാണ്. അതേ അവസരത്തിൽ ഇന്ന് കാണുന്ന രീതികൾ എന്താണ്? ഇന്നിപ്പോൾ ഫാഷൻ്റെ പേരിൽ നടക്കുന്നത് എന്താണ്? ഇങ്ങനെ 4 സൈഡും ആയിട്ട് ഷേവ് ചെയ്യും. ഇവിടെ ഭാഗത്ത് മാത്രം ഒരു ചട്ടിയായിട്ട് ഇങ്ങനെ വെക്കും. ഇതിനെന്തൊക്കെ പേരൊക്കെ ഉണ്ട്, അപ്പാച്ചിക്കെട്ട് എന്നോ എന്നൊക്കെ പറയണ, എന്തൊക്കെ ഓരോ മോഡലിൽ അതിന് സംബന്ധമായിട്ട്. പിന്നെ പല മോഡലുകളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വടിച്ച് ഇവിടെ വടിച്ച് പേരെഴുതി വെക്കുന്നത്, പല എല്ലാം പൈശാചികമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ക്ലിയറാണ് ഇവിടെ പറഞ്ഞത്. ഒന്നാമത്തെ ഹദീസ് നോക്കൂ നിങ്ങൾ. അനിബിന് ഉമറ റളിയല്ലാഹു അൻഹുമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു. ഖാല, അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് വിരോധിച്ചിരിക്കുന്നു. അനിൽ ഖസഇ, ഖസഇ വിരോധിച്ചിരിക്കുന്നു. ഖസഇ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു? തലമുടി ഷേവ് ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തുനിന്നും ഒരുപോലെ ഷേവ് ചെയ്യണം. എല്ലായിടത്തും ഒരുപോലെ ഷേവ് ചെയ്യണം. നമുക്ക് വേഗം മനസ്സിലാവൂ. ഇന്നിപ്പോൾ റോട്ടിലേക്കാണ്ട് ഇറങ്ങിയാൽ ആളുകൾ വ്യത്യസ്ത രൂപത്തിൽ ഏതെല്ലാം വിധത്തിലാണെന്ന് സലൂണുകളിൽ നിന്ന് ആണുങ്ങൾ അവരുടെ തലമുടി കൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൽ ഇന്നിപ്പോൾ നമുക്ക് ഒരു ഹദീസ് ഗ്രന്ഥത്തിൻ്റെ ശറഹും നോക്കേണ്ട കാര്യമില്ല. ഇന്നത് സുലഭമാണ്. ഇഷ്ടംപോലെ പല മോഡലുകളിലാണ് ഇന്ന് മുടി കൊണ്ടാക്കി തീർക്കുന്നത്. അതിലൊക്കെ ആകത്തുക ഈ കാണുന്നത് ഇതായിരിക്കും. ചില ഭാഗം ഷേവ് ചെയ്തിട്ടുണ്ടാകും, ചില ഭാഗം നിർത്തിയിട്ടുണ്ടാകും. അതിനിപ്പോൾ ഏത് കോലത്തിലായാലും വട്ടത്തിലായാലും ചെരിഞ്ഞിട്ടായാലും ഒരു ഭാഗത്ത് വെച്ചു, ഇപ്പുറത്ത് വെച്ചു, അപ്പുറത്ത് വെച്ചു, അതൊന്നും പ്രശ്നമില്ല. കുറച്ച് വടിച്ച് കുറച്ച് നിർത്തുക എന്നുള്ളത് ശരിയല്ല. വടിക്കുകയാണെങ്കിൽ ഫുള്ള് വടിക്കുക, വിടുകയാണെങ്കിൽ ഫുള്ള് വിടുക. അത് നമ്മൾ വെട്ടിച്ചെറുതാക്കുന്നിടത്തുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കുറേ ഇങ്ങനെ വടിച്ച് കളഞ്ഞതുപോലെ ഷേവ് ചെയ്തതുപോലെ തന്നെ ഉണ്ടാകും മെഷീൻ വെച്ചാലും. അങ്ങനെയാണ് മെഷീൻ വെച്ച് ബാക്കിയുള്ള സ്ഥലത്ത് അങ്ങനെ ഒന്നാകെ നിർത്തുകയും ചെയ്യും. അതൊക്കെ ഈ ഖസഇൻ്റെ വിധിയിൽ പെടും. അദ്ദേഹത്തിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു റിപ്പോർട്ട് നോക്കൂ. വഅൻഹു എന്ന് പറഞ്ഞാൽ ആദ്യം ഹദീസ് ധരിച്ച അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മോനാണ്. അതുകൊണ്ടാണ് അനിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ എന്ന് പറയുന്നത്. വഅൻഹു ഖാല, അദ്ദേഹത്തിൽ നിന്ന് തന്നെ വീണ്ടും പറയുന്നു. അദ്ദേഹം പറയാണ്, റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. റആ എന്ന് പറഞ്ഞാൽ കണ്ടു, നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അതിൻ്റെ മുതാരി എന്താ? യറ, കാണും. അതാ റആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബിയൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു സബിയൻ, ഒരാൺകുട്ടിയെ. സബിയ് ആൺകുട്ടി, ഒരാൺകുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അതിൻ്റെ പ്ലൂരൽ ബഹുവചനം സിബിയാൻ എന്നാണ് സബിയിൻ്റെ ബഹുവചനം. എന്താണ് ആ കുട്ടിയുടെ പ്രത്യേകത? എങ്ങനെയാണ് വിധങ്ങൾ കാണുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ എന്താണ്? ഖദ് ഹുലിഖ എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ബഅ്ളു
ഷഇരി റഅ്സിഹി, ആ കുട്ടിയുടെ തലയിൽ നിന്ന് ചില ഭാഗം ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹുലിഖ ബഅ്ളു ഷഇരി റഅ്സിഹി, ആ സബീൻ്റെ തലയിൽ നിന്ന് അല്പഭാഗം ഷേവ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വ തുരിക, തറക്ക ഉപേക്ഷിച്ചു, തുരിക്ക ഉപേക്ഷിക്കപ്പെട്ടു. വ തുരിക്ക ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യാതെ വിട്ടിരിക്കുന്നു. ബഅ്ളുഹു, ചില ഭാഗം. അതന്നെ തലയിൽ നിന്ന് കുറച്ച് ഭാഗം ഷേവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നബി തങ്ങൾ ഒരു ആൺകുട്ടിയെ കണ്ടത്. ഫനഹാഹും മൻ ദാലിക, ഫനഹാഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് വിലക്കി, അൻ ദാലിക, അക്കാര്യം. വഖാല, എന്നിട്ട് ഇപ്രകാരം പറയുകയും ചെയ്തു, ഇഹ്ലിഖൂഹു കുല്ലഹു ഔ ഉത്റുകൂഹു കുല്ലഹു. ഇഹ്ലിഖൂഹു, നിങ്ങൾ ആ കുട്ടിയുടെ തലമുടി ഷേവ് ചെയ്യുവീൻ, കുല്ലഹു, മുഴുവൻ വടിക്കുവീൻ, വടിക്കുകയാണെങ്കിൽ നിങ്ങൾ മുഴുവനും വടിച്ചു കളയുവീൻ, ഷേവ് ചെയ്യുവീൻ. ഔ അല്ലെങ്കിൽ ഉത്റുകൂഹു കുല്ലഹു, വളർത്തിക്കോ, ഫുള്ള് അവിടെ നിർത്തിക്കോ എന്ന്, കുറച്ച് വടിച്ചിട്ട് കുറച്ച് നിർത്തല്ലേ എന്ന്. അപ്പോൾ അതാണ് ഖസഅ്, അത് പാടില്ല. ഇന്നിപ്പോൾ മുസ്ലിം വീടുകളിൽ തന്നെ ഒരുപാട് ആളുകൾ അതിൻ്റെ ഗൗരവമൊക്കെ അറിയാതെ ചെറുപ്പത്തിലേ കുട്ടികളെ സലൂണുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള വ്യത്യസ്ത പേരുകളാണ്, നമുക്ക് അതിൻ്റെ പേരുകളൊന്നും പറയാൻ അറിയില്ല, ഒരുപാട് പേരുകളിൽ ഇന്ന് സലൂൺ പോയാൽ അതിൻ്റെ നേർക്ക് നേരെ അതിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ചിത്രം ഉണ്ടാവും. നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഒട്ടേറെ മോഡലുകൾ, അതിനൊക്കെ സ്പെഷ്യൽ പേരുകളുമുണ്ട്. അതൊക്കെ നമ്മുടെ മുസ്ലിം രക്ഷിതാക്കൾ വരെ, ഉമ്മാരും അതുപോലെ തന്നെ ബാപ്പാരും ഒക്കെ അനുവാദത്തോടു കൂടി കുട്ടികളെ, ചെറിയ കുട്ടികളെയൊക്കെ അങ്ങനെ ചെയ്തു കൊണ്ട് നടക്കുന്നതും കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് പാടില്ലാത്ത സംഗതിയാണ്, വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. വെട്ടുമ്പോഴാവട്ടെ വടിക്കുമ്പോഴാവട്ടെ എല്ലാ ഭാഗത്തു നിന്നും ഒരുപോലെ എടുക്കുന്ന ആ ഒരു രീതിയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. റവാഹു അബൂദാവൂദു ബി ഇസ്നാദിൻ സഹീഹിൻ അലാ ഷർത്തിൽ ബുഖാരി വ മുസ്ലിം. അത് ഈ ഹദീസിൻ്റെ സനദിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. അതായത് അബൂദാവൂദാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, ബി ഇസ്നാദിൻ സഹീഹിൻ, സഹിയായ സനദാണ്, അലാ ഷർത്തിൽ ബുഖാരി വ മുസ്ലിമിൻ. ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ ഒരു ഹദീസ് സ്വീകരിക്കുവാൻ അവർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഒത്ത ഒരു ഹദീസാണിത്. എന്നാൽ ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലെന്നേ ഉള്ളൂ. ഹദീസ് സ്വീകാര്യതക്ക് ഇമാം ബുഖാരിയും മുസ്ലിമുമൊക്കെ സ്വീകരിച്ചിട്ടുള്ള ഷർത്ത് ഒത്തിട്ടുള്ള സനദോടെയുള്ള ഒരു ഹദീസാണിത് എന്നാണ് ആ ഫുട്നോട്ട് കൊടുത്തതിൻ്റെ ഉദ്ദേശം. ഇനി അടുത്ത ഹദീസ്, വഅൻ അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഹല ആല ജഅഫർ റളിയല്ലാഹു അൻഹു സലാസൻ ثم أتاهم فقال لا تبكوا على أخي بعد اليوم ثم قال ادعوا لي بني أخي فجيء بنا كأننا أفرخ فقال ادعوا لي الحلاق فأمره فحلق رؤوسنا. رواه أبو داود بإسناد صحيح على شرط البخاري ومسلم. അബ്ദുല്ലാഹി ബിൻ ജഅഫർ റളിയല്ലാഹു തആല അൻഹുമ, ജഅഫർ റളിയല്ലാഹു തആല അൻഹു എന്ന് പറഞ്ഞാൽ സുപ്രസിദ്ധനായ സ്വഹാബിയാണ്. അപ്പോൾ ആ ജഅഫർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ പുത്രനാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു. അബ്ദുല്ലാഹി ബിൻ ജഅഫർ അബ്ദുല്ല റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അംഹല, അംഹല എന്ന് പറഞ്ഞാൽ കുറച്ച് കാലതാമസം നൽകി എന്നാണ്. അംഹല, ഒരു കാലതാമസം നൽകുക, ഒരു ഇടവേള നൽകി, ഇതിനാണെന്ത് പറയുക, അംഹല. ഇവിടെ വിഷയം എന്താണ്? ആർക്ക്? ആല ജഅഫറിൻ റളിയല്ലാഹു അൻഹു, ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിന് 3 ദിവസം ഇടവേള നൽകി എന്ന് പറഞ്ഞാൽ ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായല്ലോ. ഷഹീദായ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ആളുകൾ ദുഃഖം ആചരിക്കുക എന്നുള്ളത് 3 ദിവസം മാത്രമേ അനുവദിക്കപ്പെട്ടുള്ളൂ. ദുഃഖാചരണം, ഔദ്യോഗിക ദുഃഖാചരണം ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എത്ര ദിവസമേ പാടുള്ളൂ? 3 ദിവസം. അതേ അവസരത്തിൽ ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ വിധവയെ സംബന്ധിച്ചിടത്തോളം ഹിദാദ് ദുഃഖാചരണം നിശ്ചയിച്ചിട്ടുള്ളത് 4 അശ്ഹുരിൻ വ 10, 4 മാസവും 10 ദിവസവുമാണ്. ആ 4 മാസവും 10 ദിവസവും ഒരു വിധവക്ക് മാത്രമാണ് ദുഃഖാചരണത്തിനുള്ള അതിൻ്റേതായ നിയമങ്ങളുള്ളത്. അല്ലാത്ത കുടുംബത്തിലെ മറ്റാളുകൾക്കൊക്കെ
ഒരു മരണ വീട്ടിൽ 3 ദിനമാണ് ദുഃഖാചരണത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാലം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ജഅഫർ റളിയല്ലാഹു തആല അൻഹു ഷഹീദായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജഅഫറിൻ്റെ കുടുംബത്തിന് 3 ദിവസം ഇടവേള നൽകി. അതാണ് അംഹല. 3 ദിവസം കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുമ്മ അത്താഹും പിന്നീട് അവരെ സമീപിച്ചു. നബി തങ്ങൾ അവരെ സമീപിച്ചിട്ട് ഫഖാല ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ലാ തബ്കൂ, നിങ്ങൾ ഇനി കരയരുത്. ലാ തബ്കൂ, നിങ്ങൾ കരയരുത്. ബക്ക എന്ന് പറഞ്ഞാൽ കരഞ്ഞു. യബ്കി അതിൻ്റെ മുളാരി, ഇബ്കി അതിൻ്റെ അമ്ര, ലാ തബ്കി അതിൻ്റെ നഹി. ലാ തബ്കി, നീ കരയരുത്. ലാ തബ്കൂ, ജഅഫറിൻ്റെ കുടുംബത്തോട് പറയും, നിങ്ങൾ കരയരുത്. അലാ അഖി, എൻ്റെ സഹോദരൻ്റെ പേരിൽ, ബഅദൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾ കരയരുത്. 3 ദിവസം സ്വാഭാവികമായിട്ട് ഒരു കരച്ചിലും ദുഃഖവും പ്രയാസമൊക്കെ, അതൊരു 3 ദിവസം കൊണ്ടൊക്കെ ആ മരണപ്പെട്ട സമയത്ത് വളരെ ഗൗരവമായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, അപകടമുണ്ടായ, പരീക്ഷണമുണ്ടായ പ്രഥമഘട്ടത്തിലാണ് ക്ഷമയുടെ അങ്ങേയറ്റം കാണിക്കേണ്ടത്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ല. എന്താ അതിൻ്റെ മറുവശം? സ്വാഭാവികമായും മണിക്കൂറുകൾ പിന്നിടുന്തോറും, ദിവസങ്ങൾ കഴിയുന്തോറും എത്ര വലിയ സങ്കടത്തിൻ്റെയും ശതമാനം എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിക്കുന്നതിനേക്കാൾ കൂലി എപ്പോഴാണ്? ഫസ്റ്റ് ന്യൂസ് കൊണ്ട് കേൾക്കുമ്പോൾ തന്നെ അവിടെയുണ്ട് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞൊരു സന്ദർഭമുണ്ട് കേട്ടോ, നമ്മൾ ഓർക്കുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിലൂടെ ബഖീൻ്റെ അടുത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ ഖബറിസ്ഥാനിൽ ഒരു കുഞ്ഞു ഖബറിൻ്റെ സമീപത്ത് ഒരു ഉമ്മ നിന്നിട്ട് ഇങ്ങനെ ഒരു പെണ്ണ്, ഒരു സഹോദരി സഹാബ വനിത നിന്നിട്ട് അലമുറയിട്ട് കരയുന്നുണ്ട്, പുറത്തടിച്ച് കരയുന്നുണ്ട്, എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. ഒന്നും പാടില്ലല്ലോ, അതൊക്കെ നിയാഹത്തിൽപ്പെട്ടതാണല്ലോ. അങ്ങനെ വിലപിച്ച് വിളിച്ചു പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നബി തങ്ങൾ അതിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യല്ലേ സഹോദരി, ക്ഷമ പാലിക്കൂ. അപ്പോൾ ആ സഹോദരിക്ക് തന്നെ ഉപദേശിക്കുന്ന വ്യക്തിത്വത്തെ മനസ്സിലായിട്ടില്ല, അള്ളാൻ്റെ റസൂലാന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ അവർ ആ സമയത്തുള്ള അവരുടെ ആ ക്ഷോഭം പെട്ടെന്ന് തന്നെ പ്രവാചകനോട് തിരിച്ചടിച്ച് മറുപടിയാണ് പറഞ്ഞത്. എനിക്ക് വന്ന സങ്കടം നിങ്ങൾക്കായിരുന്നുവെങ്കിൽ ഇതിലപ്പുറമുണ്ടാകുമായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊയ്ക്കോളൂ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ, എന്നോട് ഉപദേശിക്കാൻ നിൽക്കണ്ടാതെ, എനിക്ക് പറ്റിയ നിങ്ങൾക്കാണ് ഇതിലപ്പുറം ഉണ്ടാവും എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു ആ സഹോദരി. നബി തങ്ങളാണെന്നറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ആരോടാ സംസാരിച്ചത്? നിങ്ങൾ ആരോടാ കയർത്ത് സംസാരിച്ചത്? ദാക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാൻ്റെ റസൂലാണത്. ആ സഹോദരിക്ക് വല്ലാത്ത വിഷമായി, വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പോയ വഴിക്ക് പിന്നാലെ ഓടി മുത്ത് മുസ്തഫായുടെ വീട്ടിലെത്തിയിട്ട് അവിടേക്ക് ചെന്നിട്ട് അനുവാദം ചോദിച്ചിട്ട് പ്രവാചകൻ പുറത്തു വന്നപ്പോൾ പറഞ്ഞു, നബിയേ, എനിക്ക് ആൾ മാറിപ്പോയി, തെറ്റുപറ്റിപ്പോയി, അങ്ങയോട് അരുതാത്തത് ഞാൻ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സാരല്ല, അതൊന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ ഒരു ഉപദേശം കൊടുത്തു. അപ്പോഴാണ് ഈ വാചകം, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ഫസ്റ്റ് ഷോക്കിൻ്റെ ഘട്ടത്തിലാണ് ക്ഷമ, അപ്പോൾ മാത്രമാണ്. ആ പ്രയോഗം നോക്കൂ, ഇന്നമസ്സബ്റു, ക്ഷമിക്കേണ്ടത് അപ്പോഴേ ക്ഷമയാവുകയുള്ളൂ. ഇൻദ സദമത്തിൽ ഊല, ആദ്യ ഷോക്കിൻ്റെ ഘട്ടം. അങ്ങനെയുള്ളത് എല്ലാവർക്കും അത് ആലോചിച്ചാൽ അറിയാലോ. നമ്മളൊരു ഏറ്റവും ദുഃഖകരമായി നമുക്ക് പ്രയാസമുള്ളൊരു വാർത്ത, ആരുടെയെങ്കിലും മരണമാവട്ടെ, എന്താവട്ടെ, അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള എന്തെങ്കിലും നമുക്ക് ഒരു ഫസ്റ്റ് ന്യൂസിന് കിട്ടുമ്പോഴാണ് ചിലർ തളർന്നാണ് വീഴും, ചിലർ അങ്ങനെ തന്നെ ബോധരഹിതരാകും, ചിലർ വല്ലാതെ വയലൻ്റാവും, പിന്നെ ചിലർ മാറത്തടിക്കും, ചിലർ വല്ലാതെ അട്ടഹസിച്ച് കരയും. അങ്ങനെയൊക്കെ നിബിധങ്ങൾ പറയും, അപ്പോഴാണ് ക്ഷമ. കാരണം സ്വാഭാവികമായിട്ടും മണിക്കൂറുകൾ പിന്നിട്ട്, ദിവസങ്ങൾ പിന്നിട്ട് കഴിയുമ്പോൾ എത്ര നമുക്ക് മനസ്സിൽ വലിയ രൂപത്തിലുള്ള ആഘാതമേൽപ്പിച്ചൊരു സംഗതിയാണെങ്കിൽ പോലും ഒക്കെ മനുഷ്യൻ മറക്കാതെ പറ്റുമോ? ദുന്യാവല്ലേ, പിന്നെ ദുന്യാവിന് നിലനിൽപ്പുണ്ടോ? ഇവിടെ നമ്മൾ മരിച്ച ആ സമയത്തുള്ള, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഷോക്ക് ഉണ്ടായ ആ സമയത്തുള്ള അതേ മാനസിക നിലവാരത്തിൽ തുടർന്നും ജീവിക്കാൻ ഒരാളെ കൊണ്ട് കഴിയൂലല്ലോ. അപ്പം റബ്ബ് തരുന്നൊരു നിഅമത്താണത്, ഒരു റഹ്മത്താണത്.
നമ്മുടെ എത്ര വലിയ സങ്കടമാണ് നീങ്ങിപ്പോകും. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ എത്ര പ്രയാസങ്ങളും ഇനി എനിക്കൊരാളില്ലാതെ ആ ആളില്ലാതെ ഞാനെങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെ പറഞ്ഞാലും പിന്നെയും ആളുകൾ പിന്നെയും കളിയിലേക്കും ചിരിയിലേക്കും സാധാരണ ജീവിതത്തിലേക്കും മനുഷ്യന്മാർ പോണില്ലേ? എന്താ അങ്ങനെ പോകുന്നത്? അള്ളാഹു മറവി എന്നൊരു നിഅമത്ത് തരികയാണ്. ആ മറവി ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. അതിവിടെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണത് ഏറ്റവും ഒന്നാമത്തെ ഘട്ടത്തിലാണ് ക്ഷമ ആവശ്യമായി വരുന്നത് എന്ന്. അപ്പം ഇവിടെ നോക്കൂ നിങ്ങൾ, അതിന് ആ ക്ഷമക്ക് വിരുദ്ധമല്ല. കണ്ണുനീരണിയുക എന്നുള്ളത് ക്ഷമക്ക് വിരുദ്ധമൊന്നുമല്ല, സ്വാഭാവികമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളൊരു പരീക്ഷണം. മുത്ത് മുസ്തഫാക്ക് ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കുകയായിരുന്നു. 3 ആൺകുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഖബറടക്കിയില്ലേ. അപ്പോൾ ഈ 3ാമത്തെ കുട്ടി ഇബ്രാഹിം, മരിയത്തുൽ ഖിബ്തയിലുണ്ടായ കുഞ്ഞാണ് ഇബ്രാഹിം. ഏകദേശം ഒരു 1-1.5 വയസ്സായിട്ടില്ല എന്നാണ് പറയുന്നത്, അതിൻ്റെയും ഉള്ളിലാണെന്ന്. അതിങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോൾ നബി തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് അങ്ങനെ കുട്ടി അവസാനത്തെ ആ വലി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു നബി തങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മോനെ നിൻ്റെ വേർപാടിൽ ഞങ്ങൾ അതീവ ദുഃഖിതരാണ്. പക്ഷേ അള്ളാഹുവിന് വെറുപ്പുള്ളതൊന്നും നമ്മൾ ഒന്നും പറയൂല. സഹാബത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മറുപടി, നബിയെ നിങ്ങളും കരയാണോ? നിങ്ങളല്ലേ പറഞ്ഞത് കരയാൻ പാടില്ല, നിങ്ങളും കരയാണോ? അപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, ഇന്നൽ ഐന തദ്മഉ, കണ്ണുനീരണിയും, വൽ ഖൽബു യഹ്സുൻ, സങ്കടം ഹൃദയത്തിലുണ്ടാകും. അതൊന്നും തെറ്റല്ല, അതൊക്കെ മാനുഷികമാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒരു വാക്കും നമ്മുടെ നാവ് കൊണ്ട് പറയൂല. സങ്കടം മനുഷ്യനുണ്ടാവും, അതുകൊണ്ട് കരച്ചിലും സങ്കടമൊക്കെ ഉണ്ടാവും. അതിനുള്ള അനുവാദം തന്നതുമാണ്. കരച്ചിലുണ്ടാവും, പക്ഷേ അലമുറയിട്ട് കരയുക, മാറത്തടിക്കുക, വസ്ത്രം പിന്നിക്കീറുക, മുടിയഴിച്ചാടുക, ഇതൊക്കെ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന അലമുറയിട്ട് വാവിട്ട് നിലവിളിക്കുന്ന ഗുണങ്ങളൊക്കെ ചൊല്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിലപിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജാഹിലിയത്തിലുണ്ടായിരുന്നു. അതിന് നിയാഹത്ത് എന്നാണ് പറയുക. ആ നിയാഹത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചതാണ്. അങ്ങനെ നിയാഹത്ത് നടത്തിയാൽ തീപ്പന്തം കൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് നരകത്തിൽ അണിയിക്കപ്പെടുക എന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിലാപങ്ങൾ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട്. എന്നാൽ മാനുഷികമായ നിലക്കുള്ള കണ്ണുനീര് പൊഴിക്കലോ സങ്കടപ്പെടലോ വേദന തോന്നി എന്തെങ്കിലുമൊക്കെ ആ ഒരു പ്രയാസത്തോടുകൂടെയുള്ള ഒരു ഇരിപ്പോ അതൊന്നും ഇസ്ലാം വിരോധിച്ചിട്ടില്ല. പക്ഷേ 3 ദിവസത്തിലപ്പുറം അതൊന്നും നമ്മൾ വല്ലാതെ ആവരുത് എന്നാണ്. 3 ദിവസം അതിന് കുടുംബാംഗങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൻ്റെ പൊരുൾ അതാണ്. അപ്പോൾ ഇവിടെ ജഅഫർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരന് വേണ്ടി ഇനി നിങ്ങൾ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിങ്ങൾ കരയരുത്. സുമ്മ ഖാല, ആണ് നമ്മളെ വിഷയം. സുമ്മ ഖാല, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉദുഉ ലി ബനി അഖി, എൻ്റെ സഹോദരൻ്റെ മക്കളെ വിളിക്കിൻ. അപ്പോൾ ജഅഫർ റളിയല്ലാഹു തആല അൻഹു വഫാത്താകുമ്പോൾ കുറേ കുട്ടികളെ അനാഥാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുറേ കുട്ടികളുടെ കുഞ്ഞു മക്കളാണ്. കുട്ടികളെ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ ജഅഫർ അബ്ദുള്ള റളിയല്ലാഹു തആല എന്ന് പറയണം, അങ്ങനെ ഞങ്ങളെ കൊണ്ടുവരപ്പെട്ടു എന്ന് കുഞ്ഞുനാളിൽ ഓർമ്മ പറയാണ്. ഫജീ അബിന, അങ്ങനെ ഞങ്ങളെ കൊണ്ടുവന്ന് പ്രവാചകൻ്റെ മുമ്പിൽ നിർത്തി. കന്ന ഫുറുഹുൻ, ഞങ്ങൾ ചെറിയ പക്ഷിക്കുട്ടികളെ മാതിരിണ്ട്, ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അഫുറുഹ്, ഞങ്ങൾ ചെറിയ കുട്ടികളാണ്. അങ്ങനെ ഞങ്ങളെ മക്കളെ അങ്ങനെ കുട്ടികളൊക്കെ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, ഉദുഉ ലിയൽ ഹല്ലാഖ്, നിങ്ങൾ ബാർബറെ വിളിക്കിൻ. പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുടി ക്ഷുരകനെ, ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ ക്ഷുരകൻ, മുടി നീക്കുന്നയാൾ, ഹല്ലാഖ്. അപ്പോൾ ഉദുഉ ലിയൽ ഹല്ലാഖ്, നിങ്ങൾ ഹല്ലാഖിനെ വിളിക്കൂ. ഫഅമറഹു, അങ്ങനെ പ്രവാചകന് കൽപ്പിച്ചു അവരോട്. അങ്ങനെ ഹല്ലാഖിനോട് വന്നു. ഹല്ലാഖിനോട് നബി തങ്ങൾ എന്ത് കൽപ്പിച്ചു? മുടി. ഫഹലഖ റൂസന, ഞങ്ങളുടെ തലമുടി വടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെയൊക്കെ തലമുടി വടിച്ചു. അത് തലമുടി വടിച്ചത് എന്തിനാണ്? ഇപ്പോൾ മരണ വീട്ടിലുള്ള ആളുകളുടെയൊക്കെ തലമുടി വടിക്കൽ സുന്നത്ത് എന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ആചാരമുണ്ടോ? ആ നിലക്കല്ല. അത് പ്രത്യേകം അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, ആ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ തലയിൽ ജടക്കുത്തി, അതുപോലെ തന്നെ ചെളിയും പുരണ്ട്, ആ നിലക്കിനി വാപ്പല്ലല്ലോ. അപ്പം ഇനിയാണ് നോക്കാൻ. എന്തായിരുന്നാലും ആ അവസ്ഥയിൽ അവരുടെ തലയിലൊക്കെ ജടക്കുത്തി ഇങ്ങനെ ചെളിയും മറ്റു വസ്തുക്കളും മാലിന്യങ്ങളൊക്കെ നിറഞ്ഞ ഒരവസ്ഥ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ വൃത്തിയാക്കി, അവരെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കുക എന്ന ഉദ്ദേശാർത്ഥമാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ഇവിടെ ആ സംഭവം വിശദീകരിക്കുന്നിടത്ത് ഹദീസിൻ്റെ വ്യാഖ്യാതാക്കളൊക്കെ വിവരിച്ച് കാണാം.
അപ്പോൾ ഇതാണ്. അതേ അവസരത്തിൽ സ്ത്രീകളുടെ മുടി പുരുഷന്മാരുടേത് മുട്ടയടിക്കുന്നത് പോലെ സ്ത്രീകളുടേത് മുട്ടയടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഹജ്ജിൽ പുരുഷന്മാർക്ക് ആണ് തഹ്ലീഖുള്ളത്, മുടി മുട്ടയടിക്കൽ പുരുഷന്മാർക്കാണുള്ളത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു അൻമുലത്തിൻ്റെ ഒരു വിരൽ തുഞ്ചത്തിൻ്റെ ഒരു ഇത്ര അവിടെ മുടി കൂട്ടിപ്പിടിച്ച് കട്ട് ചെയ്യുന്ന രീതി മാത്രമാണ് അവർ ഇഹ്റാമിൽ നിന്ന് തഹല്ലുൽ ചെയ്യുവാൻ വേണ്ടി അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ചർച്ചയിൽ തന്നെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ടെന്ന്, ആൺകുട്ടികളായ നവജാത ശിശുവിൻ്റെ മുടി മാത്രമേ നീക്കൽ സുന്നത്തുള്ളൂ, പെൺകുട്ടിയാണെങ്കിൽ നവജാത ശിശുവിൻ്റെ മുടി പെൺകുട്ടിയുടേതാണെങ്കിൽ നീക്കേണ്ടതില്ല എന്ന് ഈ വീക്ഷണം ഉൾക്കൊണ്ടിട്ടുള്ള, അഥവാ ഈ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ചില പണ്ഡിതന്മാർക്ക് ആ വീക്ഷണമുണ്ട്. നവജാത ശിശു ആൺകുട്ടിയാണെങ്കിലുള്ളൂ ഏഴിൻ്റെ അന്ന് മുടി നീക്കേണ്ടതുള്ളൂ, പെൺകുട്ടിയാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അങ്ങനെ തന്നെ വളർന്നോട്ടെ എന്ന്, അത് നീക്കൊന്നും വേണ്ട. അതേ അവസരത്തിൽ ആ വിഷയത്തിൽ വേറെയും ചില റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഷെയ്ഖ് നാസറുദ്ദീനുൽ അൽബാനിയെ പോലെയുള്ള പലരും, അതേപോലെ ധാരാളം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ അതിൽ മൊത്തം കുട്ടികൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അഖീഖയുടെ കാര്യത്തിലും മുടി നീക്കുന്ന കാര്യത്തിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് പെണ്ണ് എന്ന നിലക്ക് ആണിന് മാത്രം ഉപയോഗിക്കുന്ന, പെണ്ണിന് മാത്രം ഉപയോഗിക്കുന്ന പദങ്ങൾ പ്രയോഗിച്ചിട്ടില്ലാത്തതിനാൽ അത് രണ്ടു കൂട്ടർക്കും ആ ഒരു കാര്യം ബാധകം തന്നെയാണ്. പിന്നീടുള്ള കാലത്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ബാധകം. നവജാത ശിശു ആണായാലും പെണ്ണായാലും ഒക്കെ അത് നീക്കൽ തന്നെയാണ് സുന്നത്ത് എന്ന വീക്ഷണമാണ് ആ വിഷയത്തിൽ പല പണ്ഡിതന്മാരും പല തെളിവുകളുടെയും വെളിച്ചത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇവിടെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്, ഇങ്ങനെ തലമുടിയെ സംബന്ധിച്ചുള്ള ഈ വ്യത്യസ്തങ്ങളായ രീതി സ്വീകരിക്കുന്ന ആ ഒരവസ്ഥ ഇതിന്ന് നിർബാധം കണ്ടുവരുന്നു. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിൽ അവസാനത്തെ ഹദീസ്, വഅൻ അലിയിൻ റളിയല്ലാഹു അൻഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തഹ്ലിഖൽ മർഅതു റഅസഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിരിക്കുന്നു അൻ തഹ്ലിഖൽ മർഅതു, ഒരു സ്ത്രീ ഷേവ് ചെയ്യുക എന്നുള്ളത്, റഅസഹാ അവളുടെ തലമുടി പറ്റേ വടിച്ചു കളയുക എന്നുള്ളത് ഒരു സ്ത്രീക്ക് വിരോധിക്കപ്പെട്ട കാര്യമാണ്. ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹറാമൊക്കെ ഹലാലാവും, ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹറാമ് ഹലാലാവും. അപ്പോൾ തലമുടി നീക്കേണ്ട ആവശ്യം വന്നു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ചികിത്സയുടെ ഭാഗമായി. ഇപ്പോൾ ക്യാൻസർ രോഗികളുടെ തലമുടി പറ്റ കൊഴിഞ്ഞു പോകും, ചിലതൊക്കെ അവിടെ ഇവിടെയും കൊഴിഞ്ഞു പോയതിൻ്റെ പിന്നെ പറ്റ വടിച്ച് നീക്കും. പല ചികിത്സാ ആവശ്യാർത്ഥം, ഓപ്പറേഷൻ ആവശ്യാർത്ഥം, പല കാരണങ്ങളല്ല, അതൊക്കെ പിന്നെ നമ്മൾ പറയേണ്ടതില്ല. ദറൂറത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളാണ്, അതിനനുസരിച്ച് അതിൻ്റെ വിധികൾ മാറും. പൊതുവിലുള്ള കാര്യമാണിവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഇത്തരം സംസ്കാരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക, അവയുടെ ഓരോ കാര്യങ്ങളെയും വേർതിരിച്ച് ഗ്രഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.